Hi everyone, welcome to CTune's online coaching for Kerala PSC Assistant Professor in Physics 2020. Okay, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള ആദ്യത്തെ സെക്ഷൻ ആയിട്ടുള്ള വെക്ടേഴ്സിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നു. അതിൽ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് എ വെക്ടർ എന്നൊരു ക്വസ്റ്റ്യനാണ് അഡ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വെക്ടർ ഫിസിക്സിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്ന വെക്ടേഴ്സിൻ്റെ ഫണ്ടമെൻ്റൽ നേച്ചർ എന്താണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡെഫിനേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്യൂഡോ വെക്ടർ, പോളാർ വെക്ടർ, ആക്സിയൽ വെക്ടർ, അതുപോലെ തന്നെ സ്കെയിലാർ ആണെങ്കിലും സ്യൂഡോ സ്കെയിലാർ, ട്രൂ സ്കെയിലാർ, ഇങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇതൊക്കെ നമ്മൾ വ്യത്യാസം, അല്ലെങ്കിൽ വാട്ട് ഈസ് എ ട്രൂ വെക്ടർ, വാട്ട് ഈസ് എ ഡെഫിനിഷൻ ഓഫ് എ വെക്ടർ. നമുക്കറിയാം, നമ്മൾ വെക്ടർ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, പക്ഷെ അത് അത്ര ക്ലിയർ അല്ല. കാരണം നമുക്കതിന് കൗണ്ടർ എക്സാമ്പിൾസ് മുന്നോട്ട് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് കറണ്ട് നമുക്കറിയാം എന്തല്ല, ഈസ് എ നോട്ട് എ വെക്ടർ. കാരണം അതൊരു ഡയറക്ഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ ഇലക്ട്രിക് കറണ്ട് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഫോളോ ചെയ്യുന്നില്ല. ഇത് നമ്മൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യണം നമ്മുടെ വെക്ടറിന്റെ ഡെഫിനിഷൻ. ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഒബേസ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ നമുക്കത് വെക്ടറായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അതും അല്ല എന്നാണ് ഉത്തരം. കാരണം നമുക്ക് അതിനും കൗണ്ടർ എക്സാമ്പിൾസ് പറയാൻ പറ്റും. ഞാൻ അതിൻ്റെ എക്സാമ്പിൾസിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഡേവിഡ് ജെ ഗ്രിഫിത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വെക്ടേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു എക്സാമ്പിൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് എ ട്രൂ ഡെഫിനിഷൻ ഓഫ് എ വെക്ടർ? ഒരു വെക്ടർ ട്രൂ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു വെക്ടറിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ നമ്മൾ ഫിസിക്സിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സിന് മാത്രമല്ല, നമ്മളൊരു ജനറൽ ഡെഫിനിഷനാണ് പറയുന്നത്. ദാറ്റ് സ്കെയിലാർസ്, വെക്ടേഴ്സ് ആൻഡ് ഇൻ ജനറൽ ടെൻസേഴ്സ്, ഇതിനെല്ലാം കൂടെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. സോ ഞാൻ പറയാം, സ്കെയിലാർസ് ആൻഡ് വെക്ടേഴ്സ് ഓർ ഇൻ ജനറൽ ടെൻസേഴ്സ് ആർ sets of quantities with specific transformation properties under rotations of coordinate axis. ഇതാണ് ഒരു ട്രൂ ഡെഫിനേഷൻ ഓഫ് എ സ്കെയിലാർ, അല്ലെങ്കിൽ ടെൻസേഴ്സ്, അല്ലെങ്കിൽ വെക്ടേഴ്സ്. ഇത് അത് ഒരു അണ്ടർ റൊട്ടേഷൻ സ്പെസിഫിക് ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി ഉള്ള ഒബ്ജക്ട്സിനെ നമ്മൾ സ്കെയിലാർസ്, വെക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ വിശദീകരിക്കാം. ഞാൻ ആദ്യം സ്കെയിലാറിന്റെ ഡെഫിനേഷൻ വായിക്കാം. വാട്ട് ഈസ് എ സ്കെയിലാർ? എ സ്കെയിലാർ ഈസ് എ ക്വാണ്ടിറ്റി. ഇവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ കമ്പോണൻസ് എന്ന് വിളിക്കുക. ഓക്കെ, that components of that quantity. For example, scalar എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ക്വാണ്ടിറ്റി, വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അതിനർത്ഥം നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പോണൻസ് ആണ്, അത് നമ്മൾ കമ്പോണൻസ് എന്ന് വിളിക്കുക. അതുപോലെ ടെൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക, അതിനർത്ഥം ദേ ആർ കമ്പോണൻസ് ഓഫ് ദി ടെൻസേഴ്സ്. ഓക്കെ, so a scalar is a quantity that remains unchanged under a rotation of the coordinate axis about the origin of coordinates. അപ്പോൾ കോർഡിനേറ്റ്സ് ആക്സിസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പം റിമെയിൻ അൺചേഞ്ച്ഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ സ്കെയിലാർസ് എന്ന് വിളിക്കുക. ഓക്കെ, അങ്ങനെയുള്ള വെക്ടറോ? എ വെക്ടർ ഈസ് എ സെറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, സെറ്റ് ഓഫ് ക്വാണ്ടിറ്റീസ്. അത് നമ്മൾ ആ ക്വാണ്ടിറ്റീസ് നമ്മൾ കോൾഡ് ഇറ്റ്സ് കമ്പോണൻസ് എന്നാണ് വിളിക്കുക ആ ക്വാണ്ടിറ്റീസിനെ. Okay, a vector is a set of quantities that transforms in exactly the same way as the coordinates themselves transform under a rotation of the coordinate axis. അതായത് കോർഡിനേറ്റ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയാണോ ട്രാൻസ്ഫോം ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഒരു വെക്ടറിന്റെ ഡെഫിനിഷനിൽ വരുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഒരു കോർഡിനേറ്റ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഇഫ് ഐ ഹാവ് എ കോർഡിനേറ്റ് സിസ്റ്റം ഇൻ 2 dimension എക്സ് വൈ എന്നൊരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഐ ഹാവ് റൊട്ടേറ്റഡ് ദിസ് കോർഡിനേറ്റ് സിസ്റ്റം ബൈ എൻ ആംഗിൾ തീറ്റ. ഈ തീറ്റ ആംഗിൾ ഞാൻ ഈ സിസ്റ്റത്തിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഞാൻ പുതിയ കോർഡിനേറ്റ്സ് ഞാൻ എക്സ് പ്രൈം വൈ പ്രൈം എന്ന് വിളിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഫ്രം എലിമെന്ററി ആൾജിബ്ര എക്സ് പ്രൈം വൈ പ്രൈം ഈസ് ഈക്വൽ ടു cos theta sin theta minus sin theta cos theta, this is into xy. So ഇതാണ് ഒരു കോർഡിനേറ്റ്സ് നമ്മൾ തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. Now a quantity അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്, സപ്പോസ് ഞാൻ ഒരു വെക്ടറിന്റെ കമ്പോണൻസ് ആയിട്ടുള്ള a1 ax ay, if a is equal to ax I hat plus ay j hat എന്നുള്ളത് ഒരു വെക്ടർ ആവണമെന്നുണ്ടെങ്കിൽ
ഇതൊരു വെക്ടർ ആണെന്നുണ്ടെങ്കിൽ AX and AY in a rotated coordinate system, ഈ rotated coordinates ഇതിന്റെ കമ്പോണൻസ് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ആവണം. അതായത് cos theta sin theta minus sin theta cos theta AX AY. ഓക്കെ, സോ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കോർഡിനേറ്റ്സ് ട്രാൻസ്ഫോം ചെയ്യുന്ന അതേ രൂപത്തിലാണ്. അതായത് ഈ മെട്രിക്സും ഐഡന്റിക്കൽ ആണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് ഈ ട്രാൻസ്ഫോർമേഷൻ ഇത് കോർഡിനേറ്റ്സ് എങ്ങനെയാണോ ട്രാൻസ്ഫോം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. സോ ദിസ് നൗ AX and AY, these two components or these two quantities qualify as a vector. ഇപ്പോൾ നമുക്ക് എനെ AX I hat plus AY J hat ഒരു വെക്ടർ ആയിട്ട് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഫണ്ടമെന്റൽ വെക്ടർ ആൾജിബ്രയിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, പക്ഷെ നമുക്ക് അഡീഷൻ ഓഫ് വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അഡീഷൻ ഓഫ് വെക്ടേഴ്സ് ഇസ് കമ്മ്യൂട്ടേറ്റീവ്. ദാറ്റ് ഇസ് A plus B is equal to B plus A. അതുപോലെ അഡീഷൻ ഓഫ് ടു വെക്ടേഴ്സ് ഇസ് അസോസിയേറ്റീവ്. ദാറ്റ് മീൻസ് A plus B plus C is equal to A plus B plus C. രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സിന്റെ സ്കേലാർ പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഇസ് A dot B is equal to mod A mod B cos theta, or that is equal to B dot A is B A cos theta. That is A dot B, scalar product is commutative. അതുപോലെ സ്കേലാർ പ്രൊഡക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. അതിൻ്റെ അർത്ഥം A dot B plus C is equal to A dot B plus A dot C എന്ന് നമുക്ക് എഴുതാം. അതുപോലെ വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ്, വെക്ടർ പ്രൊഡക്റ്റ് ഓർ ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? A cross B is equal to mod A mod B sin theta is equal to minus B cross C ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് is not commutative. That is A cross B is not equal to B cross A but is anti-commutative. That is A cross B is equal to minus B cross A. അതുപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. ദാറ്റ് ഈസ് A cross B plus C is equal to A cross B plus A cross C. പിന്നെ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. ക്രോസ് പ്രൊഡക്റ്റിന്റെ ചില പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ഉണ്ട്. ഏരിയ ഓഫ് എ പാരലോഗ്രാം വിത്ത് അഡ്ജസന്റ് സൈഡ്സ് ആസ് A and വെക്ടർ A and വെക്ടർ B. സോ ഒരു പാരലോഗ്രാമിന്റെ സൈഡ്സ് അഡ്ജസന്റ് സൈഡ്സ് എയും ബിയും ആണെങ്കിൽ ദെൻ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ക്രോസ് ബി ആയിരിക്കും. മോഡുലസ് ഓഫ് വെക്ടർ A ക്രോസ് വെക്ടർ B. അതുപോലെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് അഡ്ജസന്റ് സൈഡ്സ് A and B എന്ന് പറയുന്നത് ഹാഫ് ഓഫ് A ക്രോസ് B ആയിരിക്കും. ഹാഫ് ഓഫ് മോഡ് A ക്രോസ് B ആയിരിക്കും. അത് നമുക്ക് മൂന്നാമത് പറയുന്നത് സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആണ്. സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബോക്സ് പ്രൊഡക്റ്റ് എന്ന് പറയാറുണ്ട്. സോ ഡിഫൈൻഡ് ആസ് A dot B cross C, that is box ABC. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഡിറ്റർമിനന്റ് AX AY AZ BX BY BZ CX CY CZ. അതുപോലെ ഈ ഇതിനൊരു ആപ്ലിക്കേഷൻ ആണ് മൂന്നാമത്തെ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആപ്ലിക്കേഷൻ. വോളിയം ഓഫ് എ പാരലോപിപ്പഡ്, വോളിയം ഓഫ് എ പാരലോപിപ്പഡ് വിത്ത് 3 അഡ്ജസന്റ് സൈഡ്സ്. അഡ്ജസന്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരേ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന മൂന്ന് ഡയറക്ഷൻസിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 സൈഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടേഴ്സിനാണ്. സോ സൈഡ്സ് ABC, വോളിയം ഓഫ് എ പാരലോപിപ്പഡ് വിത്ത് 3 അഡ്ജസന്റ് സൈഡ്സ് ABC ഈസ് ഈക്വൽ ടു ബോക്സ് ABC. അതുപോലെ വോളിയം ഓഫ് എ ടെട്രാഹെഡ്രൺ വിത്ത് 3 അഡ്ജസന്റ് സൈഡ്സ് ABC ആർ 1/6 ABC, ബോക്സ് ABC. ഇനി ലാസ്റ്റ് നമുക്ക് പറയാനുള്ള വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആണ് A ക്രോസ് B ക്രോസ് C. അത് നമ്മൾ ബാക്ക് മൈനസ് ക്യാബ് റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളൊക്കെ. ഓക്കെ, സോ A ക്രോസ് B ക്രോസ് എന്നാൽ B ഇൻറ്റു A ഡോട്ട് C മൈനസ് C ഇൻറ്റു A ഡോട്ട് B. ഇതാണ് ബാക്ക് മൈനസ് ക്യാബ് റൂൾ. ഇതിന്ന് പല രൂപത്തിലുള്ള പിന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങളുടെ മെറ്റീരിയലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. നമ്മൾ അതിന്റെ മെറ്റീരിയൽസ് നമുക്ക് അതേപോലെ മോക്ക് ടെസ്റ്റ്, അതുപോലെ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇന്ന് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് വെക്ടർ ആൾജിബ്രയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ വെക്ടേഴ്സിന്റെ റെപ്രസെന്റേഷൻ ആണ് പറയാം. വെക്ടേഴ്സ് നമുക്ക് പല രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മൾ കാർട്ടീഷ്യൻ റെപ്രസെന്റേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് കാർട്ടീഷ്യൻ റെപ്രസെന്റേഷൻ. എക്സ് വൈ ഉണ്ട് ആക്സ് ഒരു വെക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കാർട്ടീഷ്യനിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലും ഒക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അത് നമ്മൾ ഇൻ ജനറൽ കർവിലീനിയർ കോർഡിനേറ്റ്സ് എന്നാണ് വിളിക്കുക. നമ്മുടെ സിലബസിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് കർവിലീനിയർ കോർഡിനേറ്റ്സ്. സോ നമുക്ക് ആദ്യം കർവിലീനിയർ കോർഡിനേറ്റ്സിൽ അതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. സോ എന്തൊക്കെയാണ് കർവിലീനിയർ കോർഡിനേറ്റ്സ്? അതിനു മുമ്പ് നമുക്ക് വെക്ടേഴ്സിന് ഞാനൊരു പുതിയ നൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇറ്റ് ഈസ് കോൾഡ് ഇൻഡെക്സ് നൊട്ടേഷൻ. ഇൻഡെക്സ് നൊട്ടേഷൻ വെക്ടേഴ്സ്. ഓക്കെ, ഇവിടെ യൂഷ്വലി നമ്മൾ വെക്ടേഴ്സ് ഡിഫൈൻ ചെയ്യാൻ എങ്ങനെ ആയിരിക്കും? ഇഫ് ഐ ഹാവ് എ വെക്ടർ A, then വെക്ടർ A is equal to AX I hat plus AY J hat എന്നായിരിക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇഫ് ദിസ് ഇസ് ഇൻ ടു ഡയമെൻഷൻ ദിസ് ഇസ് എ 2-dimensional വെക്ടർ അല്ലേ. ഇഫ് ഐ ഹാവ് എ 4-dimensional വെക്ടർ
I have a 4-dimensional vector. I will represent this as A is equal to A omega I some omega hat plus AX I hat plus AY J hat plus AX AZ K hat. ഇത് 4-dimensional. ഇനി നമുക്ക് കൂടുതൽ ഡയമെൻഷനിൽ വരികയാണെങ്കിൽ നമുക്ക് we will be in trouble. കാരണം നമുക്ക് കൂടുതൽ ലെറ്റേഴ്സ് ഇല്ല അങ്ങനെ സഫിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ. സോ നല്ലൊരു വഴിയാണ് ഇൻ ജനറൽ ഫോർ എനി വെക്ടേഴ്സ് ഇൻ എനി ഡയമെൻഷൻ, ഏതൊരു ഡയമെൻഷനിലും വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡെക്സ് നൊട്ടേഷനാണ് ഇൻഡെക്സ് നൊട്ടേഷൻ. ആ ഇൻഡെക്സ് നൊട്ടേഷൻ പ്രകാരം നമ്മൾ ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യും. അതായത് നമ്മൾ എക്സ് എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എക്സ് എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ x1 എന്ന് വിളിക്കും. അതേപോലെ y എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ x2 എന്ന് വിളിക്കും, x2. അതേപോലെ z എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് x3. സോ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ XYZ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി പറയാം, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ XYZ എന്ന് പറയും, നമ്മൾ ഇനി പറയാം x1 x2 x3 ആയിരിക്കും. x1 x2 x3. സോ ഇങ്ങനെ നമുക്ക് n ഡയമെൻഷനിൽ ആണെങ്കിൽ n കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ വിളിക്കാം? x1 x2 x3 എക്സെട്ര xn അങ്ങനെ വിളിക്കാം. അപ്പോൾ സോ നമുക്ക് നമ്പേഴ്സിനെ കൊണ്ട് ഇൻഡെക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയുള്ള നമുക്കൊരു വെക്ടർ നൊട്ടേഷൻ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. അതായത് ഇഫ് ഐ ഹാവ് എ വെക്ടർ A, then A is equal to A1 I hat plus A2 J hat എന്ന് വിളിക്കാം. അവിടെ എക്സിനെയാണ് ഞാൻ A1 എന്ന് വിളിച്ചത്, അതേപോലെ വൈനെയാണ് ഞാൻ A2 എന്ന് വിളിച്ചത്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ദർ ഇസ് എ പ്രോബ്ലം. വി ഹാവ് യൂണിറ്റ് വെക്ടേഴ്സ്. ഈ യൂണിറ്റ് വെക്ടേഴ്സിനെയും കൂടെ നമ്മൾ ഇൻഡെക്സ് നൊട്ടേഷനിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യുക? നമ്മൾ ഐ ഹാറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, ഇറ്റ് ഈസ് E1 ആണ്, E1. അതേപോലെ ജെ ഹാറ്റിനെ റെപ്രസെന്റ് ചെയ്യുക E2. അവിടെ ഒരു ക്യാപ്പും കൂടെ ഇട്ടാലും തെറ്റില്ല, കാരണം യൂണിറ്റ് വെക്ടേഴ്സ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ യൂണിറ്റ് വെക്ടേഴ്സ് എപ്പോഴും ബേസിസ് വെക്ടേഴ്സ് എപ്പോഴും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അതും അങ്ങനെയാണെങ്കിൽ നമുക്ക് എ എന്ന വെക്ടറിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യാം. എ ഇസ് ഈക്വൽ ടു A1 E1 പ്ലസ് A2 E2. So this is how in general നമ്മൾ എഴുതാം. Now ഇതിന് നമുക്ക് വേണമെങ്കിൽ സിഗ്മ I equal to 1 to n AI EI എന്ന് എഴുതാം. So this is the vector notation, index notation for a vector in general. So ഈ രൂപത്തിലായിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ how will be the position vector is represented by? നമുക്ക് പൊസിഷൻ വെക്ടർ ഉണ്ട്. R is equal to x1 E1 plus x2 E2 plus x3 E3 അങ്ങനെ പോകും. So this can be written as R is equal to sigma I equal to 1 to n x I EI. So ഇതാണ് ഇൻഡെക്സ് നൊട്ടേഷൻ പൊസിഷൻ വെക്ടർ. ഇനി അങ്ങനെയാണ് നമ്മൾ നേരത്തെ എഴുതിയ തൊട്ട് മുമ്പ് എഴുതിയ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതായത് എക്സ് പ്രൈം വൈ പ്രൈം ഇസ് ഈക്വൽ ടു cos theta sin theta minus sin theta cos theta into xy. ഇത് നമുക്ക് എങ്ങനെ ഇൻഡെക്സ് നൊട്ടേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യം എഴുതി x1 പ്രൈം എഴുതി, അവിടെ എക്സ് പ്രൈമിനെ ഞാൻ x1 പ്രൈം എന്നും y പ്രൈമിനെ ഞാൻ x2 പ്രൈം എന്നും വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ഈ x1 പ്രൈം x2 പ്രൈം ഈസ് ഈക്വൽ ടു വാട്ട് എവർ ദിസ് മെട്രിക്സ് ടൈംസ് x1 x2. ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു സിംഗിൾ ഇൻഡെക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. xi പ്രൈം ഇസ് ഈക്വൽ ടു ഈ മെട്രിക്സ് ഞാൻ ദിസ് ഈസ് നോൺ ആസ് റൊട്ടേഷൻ മെട്രിക്സ് ഇൻ 2 dimensions. റൊട്ടേഷൻ മെട്രിക്സ് നമ്മൾ R എന്ന് വിളിക്കാം. സോ ഇതിന്റെ കമ്പോണൻസ് ഞാൻ ഫസ്റ്റ് കമ്പോണന്റ് ഞാൻ R11 എന്ന് വിളിക്കും, ഇതിനെ R12 എന്ന് വിളിക്കും, ഇതിനെ R13 എന്ന് വിളിക്കും. ദിസ് ഈസ് R21, ദിസ് ഈസ് R22. പക്ഷെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻഡെക്സ് റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ റോ നമ്പർ ആണ്. സോ ദിസ് ഇസ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ദിസ് ഇസ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ദിസ് ഇസ് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, ദിസ് ഇസ് സെക്കൻഡ് റോ സെക്കൻഡ് കോളം. സോ അതാണ് ഈ 1 1 2 2. സോ ഇൻ ജനറൽ ഇതിനെ നമുക്ക് RIJ എന്ന് വിളിക്കാം. RIJ. അപ്പോൾ ഐയും ജെയും 1ഉം 2ഉം ആയിട്ട് ചേഞ്ച് ചെയ്യും. സോ ഇത് നമുക്ക് R11 R12 R21 R22. So in general this can be written as RIJ and this is XJ in represent. So ഈ മാട്രിക്സ് ഇക്വേഷൻ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമുക്ക് xi prime is equal to RIJ XJ എന്ന് എഴുതാം. RIJ XJ എന്ന് എഴുതാം. So അങ്ങനെയാണെങ്കിൽ if the number of components A1 A2 എന്നുള്ളത് ഒരു വെക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അത് കമ്പോണൻസ് അതിന്റെ കോർഡിനേറ്റ്സ് ട്രാൻസ്ഫോം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. ദാറ്റ് ഈസ് A1 is equal to R11
R12, R21, R22, A1, A2. ഇവിടെ പ്രൈം ഉണ്ട്. സോ ഇത് നമുക്ക് AI prime is equal to Rij AJ എന്ന് എഴുതാം. സോ ഈ രണ്ടും ഇക്വേഷനും സിമിലർ ആണ്. Here you have components of the vector, here you have components of the coordinates. Okay, so coordinates transform ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ വെക്ടറിന്റെ components transform ചെയ്യുന്നത്. So this is definition of a vector A. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബേസിസ് വെക്ടേഴ്സ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നോക്കാം. ബേസിസ് വെക്ടേഴ്സ് അപ്പോൾ നമുക്കറിയാം, ബേസിസ് എന്ന് പറയുന്നത് വെക്ടർ സ്പേസുകളിൽ നിന്ന് വരുന്ന ഒരു ടേമാണ്. വെക്ടർ സ്പേസ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ലീനിയർ വെക്ടർ സ്പേസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫോർ ദ ടൈം ബീങ് ഇപ്പോൾ ഞാൻ തൽക്കാലം ആ ബേസിസ് എന്നുള്ള ടേം മാത്രം പറയാണ്, കൂടുതൽ ഞാൻ പിന്നീട് പറയും. ഓക്കെ, വാട്ട് ഈസ് എ ബേസിസ്? ബേസിസ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു 3 dimensional കോർഡിനേറ്റ്സ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എടുക്കണം. 3 dimensional നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഉണ്ട്, x1, x2, x3, ദാറ്റ് ഈസ് XYZ. ഓക്കെ, XYZ എന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡെക്സ് നോട്ടേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3 യൂണിറ്റ് വെക്ടേഴ്സ് വരുന്നു, I, J, K. ഇതിന് നമുക്ക് നമ്മൾ ഇൻഡെക്സ് നോട്ടേഷനിൽ E1, E2, E3. ഇവിടെ ഞാൻ ഈ ക്യാപ്പ് ഇടുന്നില്ല, മനഃപൂർവ്വം ഇടാതിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് റീസൺ എന്താണെന്നുള്ളത് കുറച്ച് ഞാൻ മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഞാൻ ക്യാപ്പ് ഇടാതെ E1, E2, E3. സോ ദിസ് സിമ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് കാർട്ടീഷ്യൻ യൂണിറ്റ് വെക്ടേഴ്സ്, ബേസിസ് വെക്ടേഴ്സ്. ഓക്കെ, സോ ബേസിസ് വെക്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 പ്രോപ്പർട്ടീസ് ആണ് ബേസിസ് വെക്ടേഴ്സിനുള്ളത്. ഒന്ന്, ബേസിസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ബേസിസ് വെക്ടേഴ്സ്, ഇത് ബേസിസ് സെറ്റ് എന്ന് പറയും. ദിസ് ഇസ് എ ബേസിസ് സെറ്റ് അല്ലെങ്കിൽ ബേസിസ് എന്ന് പറയും. ബേസിസ് സെറ്റ് ഓർ ബേസിസ്. ഈ ബേസിസ് വെക്ടേഴ്സിന്റെ അകത്തുള്ള ഇൻഡിവിജ്വൽ എലമെന്റ്സിനെയാണ് നമ്മൾ ബേസിസ് വെക്ടേഴ്സ് വിളിക്കുന്നത്. സോ ബേസിസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനെ മറ്റൊന്നിനെ ടേംസ് എഴുതാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് E1 ഒരിക്കലും E1 പ്ലസ് E2 പ്ലസ് E3 എന്ന് എഴുതാൻ പറ്റില്ല. ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ ദീസ് ആർ നോട്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ്. അതായത് നമുക്ക് ഒന്നിനെ മറ്റൊന്നിന്റെ ടേംസിൽ എഴുതാൻ പറ്റാത്ത ഇതിനാണ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇഫ് വി ഹാവ് 3 ബേസിസ് വെക്ടേഴ്സ്, ദെൻ C1 E1 പ്ലസ് C2 E2 പ്ലസ് C3 E3 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ട്രൂ ഓൺലി ഇഫ് C1 ഈക്വൽ ടു 0, C2 ഈക്വൽ ടു 0 ആൻഡ് C3 ഈക്വൽ ടു 0. ഈ 3 കണ്ടീഷൻ സെപ്പറേറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്താലല്ലാതെ നമുക്ക് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. എന്നെങ്കിൽ നമുക്ക് ഈ ബേസിസിനെ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. രണ്ടാമതൊരു കണ്ടീഷൻ, ബേസിസ് വെക്ടേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് ടുഗദർ ദേ സ്പാൻ ദ എൻറ്റയർ സ്പേസ്. സ്പാനിങ് പ്രോപ്പർട്ടി. സ്പാനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ടുഗദർ ഈ ബേസിസ് വെക്ടേഴ്സിന്റെ ടേംസ് നമുക്ക് ആ കോർഡിനേറ്റ്സിൽ ആ സ്പേസിൽ ഏത് വെക്ടറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് A എന്നുള്ളൊരു വെക്ടർ ഉണ്ട് ഇരിക്കാം. A എന്നുള്ള വെക്ടർ, ആ A എന്നുള്ള വെക്ടർ ഉണ്ടെങ്കിൽ എനിക്ക് സം കമ്പോണന്റ് A1 ടൈംസ് E1 പ്ലസ് അനദർ കമ്പോണന്റ് ടൈംസ് A2 ടൈംസ് E2 പ്ലസ് A3 ടൈംസ് E3 ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഏതൊരു വെക്ടർ എടുത്താലും അത് നമുക്ക് E1 E2 E3 ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാൻ പറ്റും. ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സം കോൺസ്റ്റന്റ് ടൈംസ് that vectors അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. This is the 2 important properties of a basis. Okay, so ഇവിടെ നമ്മൾ ബേസിസ് ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി ബേസിസിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പ്രോപ്പർട്ടി, ഹൗ ഡസ് ബേസിസ് ട്രാൻസ്ഫോം. നമ്മൾ ആദ്യം പറഞ്ഞു വെക്ടേഴ്സ് കോർഡിനേറ്റ് സിസ്റ്റം ഇങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. xi prime is equal to Rij xj ഇങ്ങനെയാണ് കോർഡിനേറ്റ് സിസ്റ്റം ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ കമ്പോണൻസ് ഇങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, Rij xj. അങ്ങനെയാണ് എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡസ് this ei prime is equal to ej ഇതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്തത്? ഇവിടെ വരുന്നത് Rij തന്നെയാണോ? That is my question. Is this Rij? ഞാൻ പറയുന്നു this is not Rij. നമുക്ക് കാണാം എന്താണ് അവിടെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അത് കാണാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഈ വെക്ടറിനെ പൊസിഷൻ വെക്ടർ ഞാൻ നേരത്തെ എഴുതിയ പോലെ എഴുതാണ്. പൊസിഷൻ വെക്ടർ ഈസ് ഈക്വൽ ടു x1 E1 പ്ലസ് x2 E2 പ്ലസ് ഇൻ ജനറൽ നമുക്ക് n ഡയമെൻഷനിൽ ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ 2 ഡയമെൻഷനിലാണ് ചെയ്യുന്നത്. ഇനി നോക്കൂ, ഞാൻ ഐ എം ടേക്കിംഗ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു x1 കമ്പോണന്റ് x1. So what will get? I will get E1. So E1 is actually the derivative of the position vector with respect to the coordinate corresponding to the basis vector. Similarly, I can write dou r by dou x2 is equal to E2.
ഓക്കെ. സോ ഇൻ ജനറൽ ഇവിടെ രണ്ടും സെയിം കമ്പോണൻസ് ആണ്. സോ നമുക്ക് ഇതിനെ ഇൻ ജനറൽ രണ്ടിനെയും കൂടെ ഒരു സം ഇൻഡെക്സ് കൊടുത്തിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ E1 is equal to ഡോ ആർ ബൈ ഡോ x1 എന്നുള്ളതിനെ സം EI is equal to ഡോ xi. ഇവിടെ ഈ ഐക്ക് ഏത് വാല്യൂ കൊടുക്കാം? എനിക്ക് വേണമെങ്കിൽ ഐക്ക് 2 കൊടുക്കാം. ഐക്ക് 2 കൊടുത്താൽ തരും E2 is equal to ഡോ ആർ ബൈ ഡോ x2. സോ ഇങ്ങനെ ഐക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻഡെക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. ഇത്തരം ഇൻഡെക്സ് നമ്മൾ ഫ്രീ ഇൻഡെക്സ് എന്നാണ് വിളിക്കുക. നമ്മൾ അതിലേക്ക് ടെൻസേഴ്സിനൊക്കെ പറയും. ടെൻസേഴ്സ് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് വരും. ഓക്കെ. സോ ഫ്രീ ഇൻഡെക്സ്. നൗ EI is equal to EI prime is equal to നമുക്ക് എങ്ങനെ എഴുതാം? ഡോ ആർ ബൈ ഡോ x1 പ്രൈം. ഇതെങ്ങനെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാനിവിടെ 6 എന്നുള്ള പൊസിഷൻ വെക്ടറിനെ റൊട്ടേറ്റഡ് ഒരു സം അതർ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യണം. ആ കോർഡിനേറ്റ്സിനെ ഞാൻ ഇവിടെ ഞാൻ x1 x2 x3 ഞാൻ ഒരു സം ട്രാൻസ്ഫോം ചെയ്തിട്ട് വേറെ കോർഡിനേറ്റ്സിലേക്ക് പോവാണ്. അത് x1 പ്രൈം x2 പ്രൈം x3 പ്രൈം. ഇതാണ് പുതിയ സിസ്റ്റത്തിന്റെ കോർഡിനേറ്റ്സ്. സോ അതിന്റെ പുതിയ സിസ്റ്റത്തിന്റെ ബേസിസ് എന്ന് പറയുന്നത് E1 പ്രൈം E2 പ്രൈം E3 പ്രൈം ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പുതിയ കോർഡിനേറ്റ്സിൽ എനിക്ക് പൊസിഷൻ വെക്ടറിനെ x1 പ്രൈം E1 പ്രൈം പ്ലസ് x2 പ്രൈം E2 പ്രൈം പ്ലസ് x3 പ്രൈം E3 പ്രൈം എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ I പ്രൈം is equal to ഡോ ആർ ബൈ ഡോ xi പ്രൈം എന്ന് എഴുതാം. ഓക്കെ. നൗ ഇനി ഈ ആറിനെ ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. ആറിന് ഞാൻ ആദ്യം എഴുതിയ എക്സ്പ്രഷനില്ലേ, ആറിന് നമ്മൾ ആദ്യം എഴുതിയ എക്സ്പ്രഷൻ എന്താണ്? x1 E1 പ്ലസ് x2 E2 എന്ന് കൊടുക്കുകയാണ്. അത് പ്രൈം ഇല്ലാതെ കൊടുത്തു. സോ പ്രൈം ഇല്ലാതെ കൊടുത്താൽ എനിക്ക് ഇതിനെ രണ്ടും കൂടി ഒരുമിച്ച് എഴുതി നമുക്ക് ഇൻഡെക്സ് നൊട്ടേഷൻ ഇവിടെ x1 E1 x2 E2 നമുക്ക് എന്ത് എഴുതാം? സമ്മേഷൻ xj EJ എന്ന് വിളിക്കാം. സമ്മേഷൻ xj EJ. ഇവിടെ സമ്മേഷൻ j ആണ്, സമ്മേഷൻ ഓവർ j ആണ്, സമ്മേഷൻ ഓവർ j xj EJ. where j runs from 1 to 2. Any so we can write EI prime is equal to ഡോ by ഡോ xi prime into summation j equal to 1 to 2 in general n xj EJ. ഇനി നമ്മൾ ഇവിടെ പുതിയൊരു കാര്യം ഇൻട്രോഡ്യൂസ് ചെയ്യണം, സമ്മേഷൻ കൺവെൻഷൻ. ഐൻസ്റ്റീൻ സമ്മേഷൻ കൺവെൻഷൻ ആണ്. ഐൻസ്റ്റീൻ ആണ് ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് ഐൻസ്റ്റീൻ സമ്മേഷൻ കൺവെൻഷൻ എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇക്വേഷന്റെ ഒരേ സൈഡിൽ രണ്ട് ഇൻഡെക്സ് ഒന്നിലധികം അല്ലെ ഒരു ഇൻഡെക്സ് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് തവണ ഒരു ഇൻഡെക്സ് വന്നു കഴിഞ്ഞാൽ ആ ഇൻഡെക്സിൽ ഓട്ടോമാറ്റിക്കലി സമ്മേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ സമ്മേഷൻ സിമ്പിൾ എഴുതിയിട്ടില്ലെങ്കിലും ഈ xj EJ രണ്ട് ഇൻഡെക്സ് ഒരേ സൈഡിൽ രണ്ട് തവണ വന്നതുകൊണ്ട് അത് നമ്മൾ ഡമ്മി ഇൻഡെക്സ് എന്ന് വിളിക്കും. This is called dummy index. So ഈ ഡമ്മി ഇൻഡെക്സ് ഓട്ടോമാറ്റിക്കലി സം ചെയ്യും. സോ ഇങ്ങനെ xj EJ എന്ന് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി അതാണ് x1 E1 പ്ലസ് x2 E2. n എത്രയാണ് അതിനനുസരിച്ച് n 3 ആണെങ്കിൽ x1 E1 പ്ലസ് x2 E2 പ്ലസ് x3 E3 അങ്ങനെ പോകും. n ഇൻ ജനറൽ എന്തും ആവാം. സോ ഇത് നമുക്ക് ഒന്നുകൂടെ നീറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം. EI prime is equal to ഡോ xj divided by ഡോ xi prime is equal to into EJ. So this is how our coordinate system നമ്മുടെ ബേസിസ് വെക്ടേഴ്സ് റെപ്രസെന്റ്. എങ്ങനെയാണ് നമ്മുടെ കമ്പോണൻസ് ചെയ്തിരുന്നത്? കമ്പോണൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് EI prime is equal to RIJ EJ ആയിരുന്നു, AJ ആയിരുന്നു. Now this ഡോ xj by ഡോ xi prime turns out to be the inverse of this matrix. So this is a matrix. ഇതൊരു മാട്രിക്സ് ആണ്. കാരണം അതിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്, ഐ ഉണ്ട് ജെ ഉണ്ട്. സോ രണ്ടും 1 to 2 റൺ ചെയ്യാം. അപ്പോൾ this is in general a matrix and that is actually the inverse of Rij. This will be the inverse of Rij. Okay, so this is how basis vectors transform. Now this transformation has a very special name. It's called the covariant transformation law. It's called the covariant transformation law. നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ വെക്ടേഴ്സിന്റെ ജനറലൈസേഷൻ ആയിട്ടുള്ള ടെൻസേഴ്സിലേക്ക് പോകുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. കാരണം അവിടെ ഇതുപോലെ ട്രാൻസ്ഫോം ചെയ്യുന്ന വെക്ടേഴ്സിനെ നമ്മൾ ജനറലി കോവേരിയൻ വെക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി ഡെഫിനിഷൻ ഫോർ ദിസ് ഇസ് ദ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി ഓഫ് ബേസിസ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് റൊട്ടേഷൻസ് ഇൻ 3 dimensions ആണ്. ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് വാട്ട് ഈസ് എ ട്രൂ വെക്ടർ, വാട്ട് ഈസ് എ സ്യൂഡോ വെക്ടർ, വാട്ട് ഈസ് എ ട്രൂ സ്കേലാർ, വാട്ട് ഈസ് എ ട്രൂ സ്യൂഡോ സ്കേലാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് റൊട്ടേഷൻസ് ഇൻ 3 dimensions നമുക്ക് മറ്റൊരു വീഡിയോയിൽ തൊട്ടടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.